ചതയ നക്ഷത്രക്കാർ പൊതുവേ എക്സ്ട്രീമിലി നല്ല ഇൻ്റലിജൻ്റ് ആണ്. ആരും വിചാരിക്കാത്തതൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്ത് എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ചിന്തിക്കാത്ത ആൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഏറ്റവും പവർഫുള്ള്. ഇമോഷണലായി ഡിറ്റാച്ച്ഡ് പോലെ തോന്നും, പക്ഷെ ഉള്ളിൽ ഡീപ്പ് ഫീലിംഗ് ആണ്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എപ്പോഴും വേണം. ജീവിതത്തിൽ സഡൻ അപ്സ് ആൻഡ് ഡൗൺസ് കൂടുതലായിരിക്കും. പെട്ടെന്ന് താഴെ വീഴും, പെട്ടെന്ന് തന്നെ ഉദിച്ച് കയറും നിങ്ങൾ. ചതയ നക്ഷത്രക്കാർക്ക് എന്തിന് എനിക്ക് ഇങ്ങനെ എന്നൊരു ചോദ്യം ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. 2025 ഡിസംബറിൽ പ്ലാൻ സെറ്റായിരുന്നെങ്കിലും എക്സിക്യൂഷനൊന്നും കറക്റ്റായിട്ട് നടന്നില്ല. അതായത് വിചാരിച്ചപ്പോൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഡിലേ ഒക്കെ എന്തായാലും ഉണ്ടാകും. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് വന്നു. ഒരു മിക്സഡ് സിഗ്നൽസ് ആയിരുന്നു. വരും പോവും എന്നൊരു ഇതായിരുന്നു. നിങ്ങൾ മാത്രം നല്ല എഫേർട്ട് ഇട്ടുണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ വന്ന പൈസ നിന്നേ ഇല്ല. വിചാരിക്കാത്ത എക്സ്പെൻസ് നന്നായിട്ടുണ്ടായിരുന്നു. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓവർ തിങ്കിങ് നല്ല പീക്കിലായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. എനിക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് സെൽഫ് ക്വസ്റ്റ്യനിങ് മന്തുമായിരുന്നു. ജനുവരി മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു റീസെറ്റ് മന്താണ്. ജനുവരി സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുള്ളൂ. അതുവരെ ഈ ഓവർ തിങ്കിങ് ഒക്കെ കൂടുതൽ തന്നെയായിരിക്കും.